എപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങൾക്കും നമ്മൾ സാക്ഷികളാവേണ്ടി വരും. അത്തരത്തിലൊരു വാർത്തയാണ് കാണക്കാരി പ്രദേശത്ത് നടന്നത്. ഒരു കൊലപാതകമാണ് അവിടെ നടന്നത്. അവിടുത്തെ നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ കൊലപാതകം. കാരണം ഒരു വീടിനകത്ത് തന്നെ ജീവിച്ചിരുന്നവരാണ് ഇതിന് കാരണം. അവരുടെ ശത്രുതയും വൈരാഗ്യവുമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് ഏവരെയും ഞെട്ടിക്കുന്നു. വർഷങ്ങളായി കുടുംബജീവിതം തകർന്ന ഒരവസ്ഥയിലാണ് ഈ ദമ്പതികളുടെ ബന്ധം അവസാനം ഡിവോഴ്സിലെത്തുന്നത്. ഇപ്പോഴിതൊരു ഭയാനകമായ കൊലപാതകത്തിലേക്ക് മാറി. ഒരിക്കൽ ഭാര്യയായിരുന്ന ജെസ്സിയെ ക്രൂരമായി കൊന്ന മൃതദേഹം കൊക്കയിലെറിഞ്ഞ ആരോപണമാണ് ഭർത്താവായ സാമിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത്. വളരെ സാധാരണമായ ജീവിതം നയിച്ചവരായി തോന്നിയെങ്കിലും ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സാം മാനസികമായും ശാരീരികമായും ഒക്കെ ജെസ്സി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. രണ്ടുപേരും വിദേശത്തൊക്കെ ആയിരുന്നു. ബാംഗ്ലൂരിൽ വെച്ചാണ് ഇവർ വിവാഹിതരായത്. അതും നിയമപരമായ രീതിയിലുള്ള വിവാഹമൊന്നും ആയിരുന്നില്ല. ഇവർ രണ്ടുപേരും മാത്രം അടങ്ങുന്ന ഒരു വിവാഹം. ആ സമയത്ത് തന്നെ സാമിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടാവുകയും ആ ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സ്ത്രീ എവിടെയെന്ന് ആർക്കും അറിയില്ല, ജെസ്സിക്കും അറിയില്ല. ആ കുട്ടിയെ സ്വന്തം കുട്ടിയെ പോലെയായിരുന്നു ജെസ്സി വളർത്തിയിരുന്നത്. ജെസ്സി മരണപ്പെടുന്ന സമയം വരെ ജെസ്സിയുടെ 2 മക്കൾക്കുമൊപ്പം തന്നെയായിരുന്നു ആ കുട്ടിയും ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ അമ്മ ആരാണെന്ന് ജെസ്സിക്കോ ആ കുട്ടിക്കോ അറിയില്ല. എപ്പോഴും അമ്മ എന്ന് വിളിച്ചിരുന്നത് ജെസ്സിയെ തന്നെയാണ്. എന്നാൽ പലവട്ടം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവങ്ങൾ ജെസ്സിക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഭർത്താവായ സാം വാതിലിന്റെ ലോക്കൂരി പലവട്ടം അടിച്ചിട്ടുണ്ട് തലയിലും മറ്റും ജെസ്സിയുടെ. ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് ഡിവോഴ്സിലേക്ക് മാറുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഡിവോഴ്സ് നേടിയെങ്കിലും കോടതി പറഞ്ഞത് രണ്ടുപേരും ഒരുമിച്ചുള്ള ആ വീട്ടിൽ താമസിക്കണം. 2 നിലകളിലായി രണ്ടുപേരും ഒരുമിച്ച് വെച്ചതായിരുന്നു വീട്. എന്നാൽ അതിന്റെ ഭൂരിഭാഗവും ജെസ്സിയുടേതായതിനാൽ ജെസ്സി തനിക്ക് വീട് വിട്ട് കിട്ടണമെന്ന ആവശ്യമായി കോടതിയെ സമീപിക്കുകയുണ്ടായി. പിന്നീട് പല സ്ത്രീകളുമായി ബന്ധമുള്ള സാം താൻ അവിവാഹിതനാണെന്ന് വീട്ടിൽ വരുന്ന പല സ്ത്രീകളോടും പറയുകയും ചെയ്തു. ആരോ പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു വിദേശ വനിത ജെസ്സി ആയിരുന്നു ഇങ്ങനെ ഒരു ഭാര്യയെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ജെസ്സി സാമിന്റെ ഭാര്യയാണെന്ന് പലരോടും ജെസ്സി പറഞ്ഞതും സാമിൽ വൈരാഗ്യമുണ്ടാക്കി. താൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ബന്ധം തകർന്നതിന്റെ ദേഷ്യമാണ് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുവാൻ വേണ്ടി സാമിനെ പ്രാപ്തനാക്കിയത്. അതേസമയം സാമുമായി പിണങ്ങിപ്പോയ വിദേശ വനിത ജെസ്സിയെ വിളിച്ചു പറഞ്ഞിരുന്നു ജെസ്സിയെ കൊല്ലണമെന്ന് സാം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന്. ഇതിന്റെ ഒരു തെളിവ് ഇവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വളരെ ക്രൂരമായ രീതിയിലുള്ള ഈ ഒരു കൊലപാതകം നടന്നത് എന്ന് പറയാം. ഇപ്പോൾ സാമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്.